ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ വിചിത്രമായ അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന ഒരു വായനയോട് കൂടിയാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ ആരംഭിക്കുന്നത്. അബ്രഹാത്തെ വിളിച്ച് അവൻ്റെ സന്തതികളെ കടലിലെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും വളർത്തുമെന്നും കാനാൻ ദേശം അവകാശമായി നൽകുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന അബ്രഹാത്തിൻ്റെ ചോദ്യത്തിന് ദൈവം പറഞ്ഞത് 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക എന്നാണ്. എന്നിട്ടോ അവയെല്ലാം കൊണ്ടുവന്നു അവയെ 2 പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വച്ചു. എൻ്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു വചനഭാഗമായിരുന്നു ഇത്. എന്നാൽ അതിൻ്റെ രഹസ്യം അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞു. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന മനോഹരമായ പഴയ നിയമ സംഭവമാണിത്. യഥാർത്ഥത്തിൽ നാം ഇവിടെ കാണുന്നത് പുരാതന മധ്യപൂർവ്വ ദേശങ്ങളിൽ 2 വ്യക്തികൾ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ചെയ്തിരുന്ന ഒരു ഉടമ്പടി ക്രമമാണ്. അവർ ചെയ്തിരുന്നത് ഇപ്രകാരമാണ്: ബലിയർപ്പിക്കാവുന്ന വിശുദ്ധ മൃഗങ്ങളെ കൊണ്ടുവരുന്നു, അവയെ 2 പിളർന്ന് 2 വശങ്ങളിലായി വയ്ക്കുന്നു. അപ്പോൾ അവയിൽ നിന്ന് സ്വാഭാവികമായി രക്തം നടുവിലേക്ക് ചിതറി ഒഴുകും. അതിനെ രക്തത്തിൻ്റെ പാത എന്നാണ് പറയുന്നത്. ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ 2 പിളർന്ന് വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ മധ്യത്തിലൂടെ ഈ രക്തത്തിൻ്റെ പാതയിലൂടെ നടന്നു പോകണമായിരുന്നു. അതിനർത്ഥം ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവരിൽ ആരെങ്കിലും ഉടമ്പടി തെറ്റിച്ചാൽ തനിക്കിരുവശത്തും വെട്ടിമാറ്റി വച്ചിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ മരണം തന്നെയും ഗ്രസിക്കട്ടെ എന്ന ശപഥം ചെയ്യുന്നു എന്നതാണ്. ഇനി ഉടമ്പടിക്ക് ആരാണോ മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത്, ആ വ്യക്തിയാണ് ആദ്യം ഈ രക്തപാതയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത്. തൊട്ടു പിന്നാലെ 2ാമത്തെ വ്യക്തിയും. ഇനി അബ്രഹാം ചെയ്തവ നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ അനേകം രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത് നമുക്ക് കാണാം. അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ 2 പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വച്ചു. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. ഇവിടെ പറയുന്നതനുസരിച്ച് അബ്രഹാം മൃഗങ്ങളെ വെട്ടിവെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അതാണ് സൂര്യൻ അസ്തമിച്ചു അന്ധകാരം വ്യാപിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരെയാണ് അബ്രഹാം കാത്തിരിക്കുന്നത്? മറ്റാരെയുമല്ല, ഉടമ്പടി ഉറപ്പിക്കാനുള്ള വ്യക്തിയെ കാത്തിരിക്കുകയാണ്. ആരാണ് ആ വ്യക്തി? ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? കാരണം ഈ ഉടമ്പടിയിൽ ഏർപ്പെടാൻ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അബ്രഹാത്തെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് ദൈവമാണ്. അതിനാൽ ദൈവമാണ് ഈ ഉടമ്പടിയിൽ ആദ്യം രക്തപാതയിലൂടെ നടന്നു പോകേണ്ടത്. എന്നാൽ വരുന്നത് കഴുകന്മാരാണ്. ഇവിടെ കഴുകന്മാർ എന്നത് ഒരു സൂചനയാണ്, പിശാചിന്റെ സൂചന. എല്ലാ സമർപ്പണങ്ങളെയും തകിടം മറിക്കാൻ കാത്തിരിക്കുന്നവനാണ് പിശാച്. അവയെ ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ പിശാചുമായി ഒരു ഉടമ്പടിക്കും തയ്യാറായില്ല എന്ന് സ്പഷ്ടമാക്കുകയാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാണിത്. ഒരു നിതാന്തമായ ജാഗ്രത നമുക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഉടമ്പടി സ്ഥാപിക്കേണ്ടത് ദൈവവുമായിട്ടാണ്. അപ്പോൾ 2ാമത്തെ സംശയം, അങ്ങനെയെങ്കിൽ ദൈവം എന്തിനാണ് വൈകുന്നത്? ദൈവം വൈകുന്നതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും 2 ആണ്. 1 പ്രായോഗികമായ എളുപ്പത്തിന്, 2 വിശ്വാസപരം. പ്രായോഗികമായ എളുപ്പത്തിന് എന്ന് പറയുന്നതിന് കാരണം ദൈവം ഇവിടെ വരുന്നത് തീയായും പുകയുമായാണ്. അതുകൊണ്ട് ദൈവം വന്നു എന്ന് അബ്രഹാമിന് പൂർണ്ണമായി മനസ്സിലാകുന്നത് പകൽ വെളിച്ചത്തേക്കാൾ രാത്രിയിലായിരിക്കും എന്നതുകൊണ്ടാകാം. ഇനി 2ാമതായി വിശ്വാസപരം എന്ന് പറയാൻ കാരണം ഇത് വിശ്വാസത്തിന്റെ പരീക്ഷണം കൂടിയാണ്. അബ്രഹാത്തിന് ദർശനമുണ്ടാകുന്നതും ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ പറയുന്നതും ഒരുപക്ഷെ രാത്രിയായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ബലി നടക്കുന്നത് പിറ്റേന്ന് പ്രഭാതത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാത്തിരിപ്പ് വിശ്വാസത്തിന്റെ പരീക്ഷണം തന്നെയാണ്. മാത്രമല്ല, ഉറക്കമെന്നത് ബൈബിളിൽ മരണത്തിന്റെ സൂചകമാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ പരീക്ഷണം ജീവിത അവസാനം വരെ ഉള്ളതാണെന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ഇവിടെ. പിശാചിനെ ആട്ടി ഓടിച്ചു എന്നതും സന്ധ്യയോളം കാത്തിരുന്നു എന്നതും അബ്രഹാത്തിന്റെ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇനിയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അരങ്ങേറുന്നത്. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി.
അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു എന്നാണ്. പുക, തീനാളം എന്നിവ ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. പഴയ നിയമത്തിൽ അനേകം ഉദാഹരണങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതായത്, ഉടമ്പടിയിൽ ആദ്യം പോകേണ്ട വ്യക്തിയായ ദൈവം തീയും പുകയുമായി വന്നു കഷ്ണങ്ങൾക്കിടയിലൂടെ കടന്നുപോയി. സൂക്ഷ്മ വായനയിൽ ഇവിടെ ഒരു കുറവ് കാണാം. അതായത്, അബ്രഹാം പോയതായി പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഉടമ്പടി നടന്നില്ല എന്നാണോ? അല്ല, അബ്രഹാത്തിന് പകരം ദൈവം പുകയുടെയും തീയുടെയും രൂപത്തിൽ കടന്നുപോയി എന്നാണ്. അതിനർത്ഥം അബ്രഹാം ഈ ഉടമ്പടി ലംഘിച്ചാൽ പോലും മരണത്തിന്റെ ശാപം പേറുന്നത് ദൈവം തന്നെയായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി ഉറച്ചതും നിത്യവുമാണെന്നർത്ഥം. മാത്രമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്നും എത്ര നിസ്വാർത്ഥമാണെന്നും വെളിപ്പെടുത്തുന്നത് കൂടിയാണിത്. കാലങ്ങൾക്കിപ്പുറം അബ്രാമുമായി ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണം നടന്നു. ദൈവവുമായി ഉടമ്പടി തെറ്റിച്ച മാനവകുലത്തിനു വേണ്ടി ദൈവപുത്രൻ യേശു മരണം വരിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവസ്നേഹത്തെപ്പറ്റി വിവരിക്കുക അസാധ്യമാണ്. ബൈബിളിൻ്റെ ആദ്യ പുറങ്ങൾ മുതൽ ഇത്രയും നിസ്വാർത്ഥമായ ദൈവസ്നേഹമുണ്ടെന്നതും ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും ഒരാത്മീയ സന്തോഷം നൽകുന്നു. ക്രൈസ്തവ ജീവിതം വെറുമൊരു കൺകെട്ട് വിദ്യയല്ല, മറിച്ച് ഈ ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരലാണ്. കൂദാശകൾ ഓരോന്നും ഈ സ്നേഹം നമുക്ക് പകർന്നു നൽകുന്നവയാണ്. സത്യത്തിൽ ഈ സ്നേഹം ആരെങ്കിലും അറിയാതെ പോകുന്നതും അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കാതെ പോകുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് മാത്രമല്ല, അങ്ങേയറ്റം ദുരിതം തന്നെയാണ്. കാരണം മനുഷ്യന് രക്ഷ ലഭിക്കുവാൻ ദൈവം മുൻകൈയെടുത്ത് സൗജന്യമായി ക്രിസ്തുവിലൂടെ അവന് നൽകുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. കഴിഞ്ഞ ഞായറാഴ്ച ആ ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടിയത് മരുഭൂമിയിലാണ്. നമ്മെപ്പോലെ എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു എങ്ങനെ ആ പ്രലോഭനങ്ങളെ വിജയിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ അവിടുന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുത്തുകയാണ്. അതായത്, മനുഷ്യൻ ആത്യന്തികമായി എത്തിച്ചേരുന്ന മഹത്വത്തിൻ്റെ, സൗഭാഗ്യ ദർശനത്തിൻ്റെ അഥവാ ബെയാറ്റിഫിക് വിഷന്റെ മനോഹാരിത നമുക്ക് മുന്നേ കൂട്ടി കാണിച്ചു തരികയാണ്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ ആനന്ദം തന്നെ അതെത്രമാത്രം ആസ്വാദ്യമായിരുന്നു എന്നത് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമ്മുടെ യാത്ര എപ്പോഴും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാകണം. അതായത്, പഴയ ഉടമ്പടിയിലൂടെ ദൈവം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് കാനാൻ ദേശം വാഗ്ദാനം ചെയ്തിരുന്നതനുസരിച്ച് അബ്രഹാത്തിൻ്റെ സന്തതികൾ ഭൗതിക കാനാൻ ലക്ഷ്യം വെച്ച് ജീവിച്ചതുപോലെ പുതിയ ഉടമ്പടിയുടെ മക്കളായ നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗീയ കാനാൻ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് രണ്ടാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്ന്. സത്യമാണ്, പലപ്പോഴും നമ്മൾ ലജ്ജാകരമായതിൽ അഭിമാനം കൊള്ളുകയും ഭൗമികമായത് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിലെ പത്രോസിനെ പോലെയാണ്. രൂപാന്തരീകരണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ പത്രോസിനെ കാണുന്നത് ആർക്കും അതുവരെ വെളിപ്പെടാത്ത വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അതായത്, താൻ ആരാണെന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു ആണെന്ന് പത്രോസ് പ്രഘോഷിക്കുകയാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു പത്രോസിനെ ശ്ലാഘിക്കുന്നുമുണ്ട്. എന്നാൽ അതേ പത്രോസ് യേശു അനേകം പീഡകൾ സഹിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തടസ്സം പറയുകയാണ്. അപ്പോൾ യേശു പത്രോസിനെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു രൂപാന്തരപ്പെട്ട് പീഡകൾക്ക് അവസാനം സംഭവിക്കുന്ന ഉത്ഥാനത്തിൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നത്. എന്നാൽ അവിടെയും പ്രകടമാകുന്നത് പത്രോസിൻ്റെ വിശ്വാസത്തിലെ അസ്ഥിരതയാണ്. പത്രോസ് ഇപ്പോഴും ഭൗതികമായ ഒരു മിശിഹായെയാണ് സ്വപ്നം കാണുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ
3 ഭൗതിക കൂടാരങ്ങൾ കെട്ടാൻ ശ്രമിക്കുകയാണവൻ. ഇത് നമുക്കൊരു പാഠമാണ്. പലപ്പോഴും വിശ്വാസത്തിൽ വളരാതെ പല ഭൗതിക കൂടാരങ്ങൾ കെട്ടുന്നതിലല്ലേ നമ്മുടെയും ശ്രദ്ധ. യേശു പറയുന്നത് ഭൗതിക കൂടാരങ്ങൾക്ക് പകരം വിശ്വാസത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ ആഴപ്പെടാനാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ പത്രോസ് പിന്നീട് തൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആവർത്തിച്ച് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വളരാനാണ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന യോഹന്നാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതെ, അവനെ അറിയുമ്പോൾ മാത്രമാണ് ആരാധന സാധ്യമാകുന്നത്. അതുകൊണ്ട് അവനെ അറിയാൻ എന്തുമാത്രം പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും ലഘുവായ പരിഹാരം ദിവ്യബലിയിൽ പരിപൂർണമായി പങ്കെടുക്കുക എന്നതാണ്. ദിവ്യബലിയുടെ ഘടന നോക്കുക. 1-ാം ഭാഗത്ത് നമ്മൾ ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ആരാധന, മഹത്വപ്പെടുത്തൽ. അതറിയാൻ ഇനി മുതൽ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ ശ്രദ്ധാപൂർവം പങ്കെടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഓരോ അൾത്താരയിലും താബോറിലെ രൂപാന്തരീകരണം നടക്കുന്നുണ്ട്. വെറുമൊരു ഗോതമ്പപ്പം ക്രിസ്തുവിൻ്റെ മഹത്വീകൃത ശരീരമായി മാറുന്നത് നമ്മുടെ മർത്യ ശരീരങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണത്. ദിവ്യകാരുണ്യത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ യേശു പഠിപ്പിച്ചതും അതാണല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഭൂമിയിൽ നിന്നുള്ള അപ്പം, അതിന്മേൽ ദൈവത്തിൻ്റെ ആശീർവാദത്തിനായുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ സാധാരണ അപ്പമല്ല, ഭൗതികവും സ്വർഗീയവുമായ 2 യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുർബാനയായിത്തീരുന്നു. അതുപോലെ തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മുടെ ശരീരങ്ങളും നശ്വരമല്ല, പ്രത്യുത ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഉൾക്കൊള്ളുന്നതായിത്തീരുന്നു. അതിനാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവം തന്നെ ഒരുക്കിയ ദിവ്യകാരുണ്യം എന്ന ഔഷധം ഒഴിവാക്കാതിരിക്കാം. ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിച്ച് വളരാനും അവിടുത്തെ മഹത്വത്തിൽ പങ്കുകാരാകാനും നമുക്ക് ഇടയാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.